വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഓരോ ടെൻഷനിലും ഓരോ സ്ട്രെസ്സിലും ഡിപ്രഷനിലൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരികയും അറിഞ്ഞുകൊണ്ട് എങ്ങനെ വാട്ടർ മാനിഫെസ്റ്റേഷൻ അങ്ങനെ മാറും. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്ക് ഒരു റിസൾട്ട് കിട്ടും. അങ്ങനെ ബാക്കിയുള്ള പുറത്തുള്ള കാര്യമെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. വാക്കുകൾക്ക് ഒരു ശക്തിയുണ്ട്. വാക്കുകൾക്ക് എത്ര പവർ ഇരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ടെക്നിക്ക്. ആ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആ എക്സ്പെരിമെന്റ് എന്താന്ന് വെച്ചാൽ വാട്ടർ ടെക്നിക്ക്. എന്ത് വാക്കുകൾ നമ്മൾ വെള്ളത്തിൽ പറയുന്നുവോ ആ വാക്കുകൾ ആ വെള്ളത്തിന്റെ എനർജി ആയിട്ട് മാറുന്നു. നല്ല വാക്കുകൾ പറഞ്ഞാൽ ആ വെള്ളത്തിന് നല്ല സ്ട്രക്ചറായി മാറുന്നു. എന്നാൽ മോശമായ വാക്കുകൾ പറയുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഗുണം തന്നെ മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഓരോ ടെൻഷനിലും ഓരോ സ്ട്രെസ്സിലും ഡിപ്രഷനിലൊക്കെ ഇരുന്നുകൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ആ നെഗറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സ്ട്രെസ്സിലും ടെൻഷനിലും ഇരിക്കുമ്പോഴൊക്കെ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്. അതെല്ലാം ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അബ്സോർവ് ആവുകയും അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആവുകയും അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരികയും ചെയ്യുന്നു. ഇത് നമ്മൾ അറിയാതെയാണെങ്കിൽ മാക്സിമം പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ നമുക്കിനി അറിഞ്ഞുകൊണ്ട് എങ്ങനെ വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നോക്കാം. വാട്ടർ മാനിഫെസ്റ്റേഷൻ പല മെത്തേഡിലുണ്ട്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. വാട്ടർ ഒരു എനർജിയാണ്, അതിനൊരു പവർ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ എന്ത് പറയുന്നുവോ ആ എനർജി ആ വെള്ളത്തിൽ ഫ്ലോ ആകും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലും പതിയും. പിന്നെ നമ്മൾ ആ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ എല്ലാ സെല്ലിലും അത് വ്യാപിക്കും. അതാണ് കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ വാട്ടർ ടെക്നിക്കിൽ ഏത് മെത്തേഡ് ചെയ്താലും 100% വർക്കൗട്ട് ആകും. അതുകൊണ്ട് ഈ മെത്തേഡ് തന്നെ ചെയ്യാം, ആ മെത്തേഡ് തന്നെ ചെയ്യാം, ഈ മെത്തേഡ് ചെയ്താൽ തന്നെ വർക്കൗട്ട് ആകും, അത് ചെയ്താൽ വർക്കൗട്ട് ആകില്ല, അങ്ങനെ ഒന്നുമില്ല. ഏത് മെത്തേഡ് ചെയ്താലും കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്താൽ വർക്കൗട്ട് ആകും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു ഗ്ലാസ് എടുക്കുക. അത് ഏത് ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. കുപ്പി ഗ്ലാസ് എടുക്കാം, ഇല്ലെങ്കിൽ നോർമൽ ഗ്ലാസ് എടുക്കാം. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുപ്പി ഗ്ലാസ്സിൽ എന്നെ ചെയ്യാമെന്ന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം ഗ്ലാസ് അല്ലല്ലോ പ്രധാനം, നമ്മളിവിടെ കൊടുക്കുന്ന ഇമോഷൻസും കോൺസെൻട്രേഷനും ഒക്കെയാണ് പ്രധാനം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലാസ് എടുക്കാം. ഇല്ല നിങ്ങൾക്ക് കുപ്പി ഗ്ലാസ് തന്നെ വേണമെന്ന് തോന്നിയാൽ അതെടുക്കുക. എന്നിട്ട് അതിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വച്ചിട്ട് നിങ്ങൾ ആദ്യം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 5 times എങ്കിലും ചെയ്യുക. ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കാരണം നമ്മൾ പല കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റ് ആയിരിക്കും. എന്നിട്ട് പെട്ടെന്ന് വന്ന് അത് ചെയ്യുമ്പോൾ, ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ ആ ചിന്തകൾ വന്ന് നമ്മളെ പുഷ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടും. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനും പറ്റും. സോ നിങ്ങൾ അങ്ങനെ കണ്ണുകൾ അടച്ച് ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ 2 കൈ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഉരസുക. നല്ല ചൂട് വരുന്ന രീതിയിൽ നന്നായിട്ട് ഉരസുക. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ചൂട് വരും. എന്നിട്ട് ഈ ഗ്ലാസ്സിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു എനർജി, ആ ചൂട് വന്ന് ഒരു എനർജി ആയിട്ട് ഫോം ആയിരിക്കുകയാണ്. എന്നിട്ട് 2 കൈ കൊണ്ട് ആ ഗ്ലാസ്സിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിപ്പോൾ ഒരു ഗോൾ ആവാം, നിങ്ങളുടെ ഒരു പ്രഗ്നൻസി ആവാം, ഒരു ജോബ് ആവാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആവാം, എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് അത് പ്രസൻറ്റ് ടെൻസിൽ നടക്കുന്നതായി പറയുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു വീടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇനിയിപ്പോൾ 2 നില വീടാണെങ്കിൽ 2 നില വീടിൽ ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ ഫാമിലിയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നു, ഞാൻ ആഗ്രഹിച്ച വീട് എനിക്ക് കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു ഡയലോഗ് പ്രസൻറ്റ് ടെൻസിൽ പറയുക. ഇതിപ്പോൾ എല്ലാ കാര്യത്തിലും ഇതുപോലെ, പ്രഗ്നൻസിയുടെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും, ഇപ്പോൾ പ്രഗ്നൻസിയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്നു, ഞാൻ ആ കുഞ്ഞിനോടൊപ്പം കളിച്ച് രസിച്ച് അതിൻ്റെ ചിരിയൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു, ഇങ്ങനെ പറയാം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രസൻറ്റ് ടെൻസിൽ പറയുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്തത്, കൈ ഉരസി അതിൽ വെച്ചു. അപ്പോൾ തന്നെ നമ്മുടെ ആ കയ്യിലെ ഒരു എനർജി അതിലേക്ക് ഫ്ലോ ആകും. എന്നിട്ട് നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ള പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ അത്രയും ഇമോഷൻസ് കൊടുത്ത് പറയുമ്പോൾ ആ ഇമോഷൻസ് ഒരു എനർജി ആയിട്ട് ആ വെള്ളത്തിൽ ഫ്ലോ ആകും. എന്നിട്ട് ആ വെള്ളം എടുത്ത് നമ്മൾ കുടിക്കുമ്പോൾ അത്രയും ഒരു ഇമോഷൻസും ആ പോസിറ്റീവ് വൈബ്രേഷൻസും വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കും. കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു 75 to 80% വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ എല്ലാ സെല്ലിലും പോയി വ്യാപിക്കുകയും ആ എനർജി പാസ്സാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താഗ്രഹിച്ച് എന്ത് കിട്ടിയെന്ന് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു അത് വളരെ ഫാസ്റ്റായിട്ട് 100% കിട്ടും.
ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വേണമെന്ന് ഒരു കാര്യം ഒരു ടെക്നിക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ പറയരുത് ആൾറെഡി എൻ്റെ ഉണ്ടെന്ന് നിങ്ങൾ ഉണർന്ന് പറയുക. അങ്ങനെ നമ്മൾ ഉണ്ടെന്ന് ഉണരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുക. എന്നാൽ മാത്രമേ ആ എനർജി ഇതിലേക്ക് ഫ്ലോ ആവുകയും അത് നമ്മിലേക്ക് അട്രാക്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ എല്ലാ സെല്ലിലും ആ വെള്ളം പോയി വ്യാപിച്ച് ആ എനർജി വ്യാപിച്ച് നമുക്ക് ഫാസ്റ്റായിട്ട് 100% റിസൾട്ട് കിട്ടും. ഈ വാട്ടർ ടെക്നിക്ക് ഉപയോഗിച്ച് ധാരാളം പേർക്ക് റിസൾട്ട് ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇത് എപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെയും രാത്രിയും ചെയ്യാം. അതായത് ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൈയൊക്കെ ഉരസി ചെയ്യുന്നതല്ലേ, അതിനുവേണ്ടി ഇരുന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്ത് കൈയൊക്കെ ഉരസി ചെയ്യുന്നത് കൊണ്ട് 2 പ്രാവശ്യം ചെയ്താൽ മതി. രാവിലെയും രാത്രിയും ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടൈമാണ് കൺവീനിയൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കോ അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് 2 പ്രാവശ്യം ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസിൽ ഒരു കാര്യം എടുക്കുക, ഒരു കാര്യം മതി. അതെടുത്ത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ചിന്തിക്കുക, വിഷ്വലൈസ് ചെയ്യുക. ചെയ്തതിന് ശേഷം ആ വെള്ളം ഇങ്ങനെ പതിയെ അങ്ങനെ മടക്കൊന്നും കുടിക്കരുത്, കുറച്ചൊന്ന് വിട്ട് എൻജോയ് ചെയ്ത് കുടിക്കുക. ഇങ്ങനെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വെള്ളം എടുക്കുമ്പോഴെല്ലാം ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഓരോരോ കാര്യം പറയുക. ഒരു പ്രാവശ്യം ഒരു കാര്യം, ഒരു പ്രാവശ്യം ഒരു കാര്യം, അങ്ങനെ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പല കാര്യത്തിൽ ഇങ്ങനെ പോകും. സോ നിങ്ങൾ ഒരു കാര്യം മാത്രം ഒരിക്കൽ കുടിക്കുമ്പോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാം. ഇത് ഒൺലി മെറ്റീരിയലിസ്റ്റിക് മാത്രമല്ല, നിങ്ങളുടെ ഇമോഷൻസിനും പറയാം. അതായത് ധാരാളം നെഗറ്റീവ് ചിന്തകളും ടെൻഷൻസും ഡിപ്രഷൻസൊക്കെ ഉള്ളവർക്ക്, ഇതുപോലെ നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും പേടിയും ഡൗട്ടും ഒക്കെ വരുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ വെള്ളം എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം എന്താണ്. എനിക്കിപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ധാരാളം വരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ പ്രസൻറ്റിൽ ജീവിക്കുന്നു, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു, എൻ്റെ ചിന്തകളുടെ അധിപതി ഞാനാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. കാരണം നമ്മൾ എല്ലാ കാര്യവും ഇങ്ങനെ ഇത് വേണോ അത് വേണോ എന്ന് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പേടിയും ഡൗട്ടും ഇരിക്കുകയാണെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷനും നടക്കില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഈ പേടിയും ഡൗട്ട്സും ഈ നെഗറ്റീവ് തോട്ട്സും മാറ്റിയാൽ മതി. ഇത് മാറ്റുമ്പോഴേ നമുക്കെല്ലാം സക്സസ്ഫുള്ളായിട്ട് മാറും. സോ നമുക്ക് ഈ വേണമെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഇമോഷൻസിന് നമുക്ക് ഡെയിലി നമ്മൾ എത്രയോ പ്രാവശ്യം വെള്ളം കുടിക്കും. അപ്പോഴെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസിന് കൂടെ നമ്മൾ പറഞ്ഞിട്ട് കുടിക്കാം. ഈ ഇമോഷൻസ് എല്ലാം കറക്റ്റ് ആയാലേ നമുക്കെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോഴെല്ലാം ഞാൻ പ്രസൻറ്റിൽ ജീവിക്കുന്നു, എൻ്റെ മൈൻഡ് സൈലൻ്റ് ആയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ അങ്ങനെ മാറും. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾക്ക് റിസൾട്ട് കിട്ടും. അത് അട്രാക്റ്റ് ആവും. അങ്ങനെ അട്രാക്റ്റ് ആവുമ്പോഴേ നമുക്കിങ്ങനെ ബാക്കിയുള്ള പുറത്തുള്ള കാര്യമെല്ലാം നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ മൈൻഡ് സൈലൻ്റ് ആണ്, നമ്മുടെ മൈൻഡ് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യവും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലോട്ട് വേണ്ട കാര്യങ്ങൾക്ക് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മൈൻഡ് ശരിയായാലേ നമുക്ക് ബാക്കിയെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എൻ്റെ അഭിപ്രായത്തിൽ തുടക്കത്തിലെല്ലാം നമ്മുടെ മൈൻഡിനെ ശരിയാക്കാൻ ചെയ്യുക. അപ്പോൾ ആ മൈൻഡ് ഒന്ന് ശരിയായി വരുമ്പോഴേ നമുക്ക് ബാക്കിയെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.